ലിറ്ററേച്ചറിലെ ദ ഔട്ട്കാസ്റ്റ് ഓഫ് പോക്കർ ഫ്ലാറ്റ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഓതർ അമേരിക്കൻ റൈറ്ററായിട്ടുള്ള ബ്രെറ്റ് ഹാർട്ടാണ്. അപ്പോൾ ബ്രെറ്റ് ഹാർട്ടിനെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ഫ്രാൻസിസ് ബ്രെറ്റ് ഹാർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ഓൾസോ ഒരു പോയറ്റും കൂടിയാണ്. ഷോർട്ട് ഫിക്ഷനിൽ എഴുതുന്നതിലാണ് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ റിമെമ്പർ ചെയ്തിരിക്കുന്നത്. ഈ ഷോർട്ട് ഫിക്ഷനകത്ത് കൂടുതലും ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് മൈനേഴ്സ്, ഗാംബ്ലേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളാണ്. ആൻഡ് ഓൾസോ ഈ കാലിഫോർണിയ ഗോൾഡ് റഷിലുള്ള ഫിഗേഴ്സ്. ഈ കാലിഫോർണിയ ഗോൾഡ് റഷ് എന്ന് പറയുന്നത് കാലിഫോർണിയയിൽ എന്താ പറയുക, അതായത് ഗോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു കുറച്ച് ആളുകൾ. ജെയിംസ് മാർഷൽ എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ, അതായത് അവരെ പോലുള്ള ആളുകൾ കുറച്ച് പേര് കൂടെ ഗോൾഡ് റഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 lakh പീപ്പിൾ ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും എന്താ പറയുക, കുറേ ആളുകൾ എന്ത് ചെയ്തു, ഈ ഗോൾഡ് കണ്ടുപിടിച്ചപ്പോൾ അവരെന്ത് ചെയ്യുവാണ്, ഇവിടെ വന്നിട്ട് ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഗോൾഡ് റഷ് എന്ന് പറയുന്നത്. അപ്പം അമേരിക്കൻ എക്കോണമിയെ പക്ഷേ അത് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. ബിക്കോസ് ഗോൾഡ് പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ളൊരു ഇൻഫ്ലക്സ് എക്കോണമിയിൽ വന്നപ്പോൾ പോപ്പുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്തു റാപ്പിഡായിട്ട്. അങ്ങനെ ആ സമയത്ത് ഇതിനെ ഭയങ്കര നെഗറ്റീവായിട്ട് കാലിഫോർണിയയിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ കാലിഫോർണിയൻസിനും വളരെ നെഗറ്റീവായിട്ട് ഇത് ബാധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നേറ്റീവായിട്ടുള്ള അമേരിക്കൻ പോപ്പുലേഷൻ ഡിക്ലൈൻഡ് ആവുകയും അവരെല്ലാവരും എന്ത് ചെയ്യുകയാണ്, സ്റ്റാർവേഷനും ബാക്കിയുള്ള അസുഖങ്ങൾ വന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലിഫോർണിയൻ ഗോൾഡ് റഷ് എന്ന് പറയുമ്പോൾ എന്താണ് ഗോൾഡ് റഷ്, അതായത് ഗോൾഡ് റഷ് ഇൻ കാലിഫോർണിയ മീൻസ് ഗോൾഡ് ജെയിംസ് ഡബ്ല്യു മാർഷൽ എന്ന് പറഞ്ഞ ആൾ ഗോൾഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു 1848 കൊളോമ എന്നുള്ള സ്ഥലത്ത് കാലിഫോർണിയയിൽ. അപ്പോൾ ഈ ഗോൾഡിൻ്റെ ഈ ഒരു കാര്യം ഒരുപാട് ആളുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും എബ്രോഡിൽ നിന്നും ഒക്കെ അറിഞ്ഞ് ഇവരെല്ലാവരും കൂടെ വന്ന് എന്താ പറയുക വരുവാണ്, തിരിച്ച് ഈ കാലിഫോർണിയയിലോട്ട് കയറുവാണ്. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. പെട്ടെന്ന് അമേരിക്കൻ എക്കോണമിയിലോട്ട് ഗോൾഡിൻ്റെ ഇൻഫ്ലക്സ് അല്ലെങ്കിൽ മണി സപ്ലൈ വരുന്നു. അങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, അവിടെ സിവിയർ എഫക്റ്റാണ് അവിടുത്തെ നേറ്റീവ് കാലിഫോർണിയൻസിന് പിന്നെന്താണ് നെഗറ്റീവായിട്ടൊരു എഫക്റ്റായിരുന്നു വന്നത്. സോ ഈ കാലിഫോർണിയൻ ഗോൾഡ് റഷിലൊക്കെ പങ്കെടുത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രാൻസിസ് ബ്രെറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയിട്ടുള്ളത്. ഒരു 40 വർഷം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മെയിൻലി അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസിലാണ് കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് തന്നെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ ഔട്ട്കാസ്റ്റ് ഓഫ് പോക്കർ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു നാച്ചുറലിസം അല്ലെങ്കിൽ കാലിഫോർണിയൻ ലോക്കൽ പീപ്പിളിൻ്റെ കഥ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പോൾ നാച്ചുറലിസത്തിന് എക്സാമ്പിളാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി. നാച്ചുറലിസം എന്ന് പറയുന്നത് എന്താണ്, 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു ലിറ്റററി മൂവ്മെൻ്റാണ് നാച്ചുറലിസം. ആൻഡ് റൊമാൻറ്റിസിസത്തിനെയൊക്കെ എന്താ പറയുക റിജക്റ്റ് ചെയ്ത് ഈ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് റിയാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നതാണ് നാച്ചുറലിസം എന്ന് പറയുന്നത്. സോ ആ ഒരു നാച്ചുറൽ റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ലൈഫ് ഓഫ് പിന്നെ എന്താ പറയുക കാലിഫോർണിയൻസ് അല്ലെങ്കിൽ ആ കാലിഫോർണിയയിലുള്ള ലോക്കൽ ലോക്കൽ കളർ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ലോക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തിന് ഫോക്കസ് കൊടുത്ത് എഴുതിയിരിക്കുന്ന ഒരു വർക്കാണ് ഇത്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 19th സെഞ്ച്വറിയിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 1869 ഒരു മാഗസീനിലാണ് ഇത് ആദ്യമേ പബ്ലിഷ് ചെയ്യുന്നത്. ആ മാഗസീൻ്റെ പേര് ഓവർലാൻഡ് മന്ത്ലി എന്നാണ് കേട്ടോ. അപ്പം ഈ റൈറ്ററിന് നല്ല രീതിയിൽ റെക്കഗ്നേഷൻ കിട്ടിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ ഔട്ട്കാസ്റ്റ് ഓഫ് പോക്കർ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഈ ഔട്ട്കാസ്റ്റ് എന്നുള്ള വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്, ഔട്ട്കാസ്റ്റ് എന്ന് വെച്ചാൽ പുറത്താക്കപ്പെട്ട എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഈ സ്റ്റോറി ടേക്ക് പ്ലേസ് ചെയ്യുന്ന കാലിഫോർണിയൻ കമ്മ്യൂണിറ്റിയിലാണ്. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് പോക്കർ ഫ്ലാറ്റ്. അപ്പോൾ അത് ലാ പോർട്ടെ എന്നുള്ള ടൗണിൻ്റെ അടുത്താണ് ഈ പോക്കർ ഫ്ലാറ്റ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക്, അതായത് ഒരു പിന്നെന്താണ് ടൗണിലുള്ള ആളുകൾ ഒരു സീക്രട്ട് കമ്മിറ്റി ഫോം ചെയ്തിരിക്കുവാണ്. അതായത് അവിടെ കുറച്ച് പേര് ഇങ്ങനെ ഇംപ്രോപ്പറായിട്ടുള്ള കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. സോ അവരെ ഒന്ന് വരുതിക്ക് നിർത്താനും അവരാണ് കുറച്ച് മോഷണങ്ങളൊക്കെ ചെയ്തത്. 2 കുതിരയെ $7,000 മോഷണം പോയി. അവിടുത്തെ തന്നെ ഒരു നോട്ടബിൾ ആയിട്ടുള്ളൊരു റെസിഡൻറ്റ് മരിച്ചു. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് അവിടെ ഉള്ള ആളുകളെല്ലാം കൂടി ഒരു സീക്രട്ട് കമ്മിറ്റി ഫോം ചെയ്യുവാണ് ഇവർക്ക് സംശയമുള്ള കുറച്ച് ഇംപ്രോപ്പറായിട്ടുള്ള ആളുകളെ പുറത്താക്കാൻ വേണ്ടി. 2 പേരെ ഹാങ് ചെയ്തു, ബാക്കിയുള്ള ആളുകളെ ബാനിഷ് ചെയ്യുവാണ്, പുറത്താക്കാൻ പോവുകയാണ്. സോ ഓൺ November 23, 1850 4 ഇൻഡിവിജ്വൽസിനെ, അങ്ങനെയുള്ള 4 പേരെ പോക്കർ ഫ്ലാറ്റ് എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്, എക്സൈൽ ചെയ്യുവാണ്. ആൻഡ് അവർ തിരിച്ച് റിട്ടേൺ ചെയ്യരുത്, അല്ലെങ്കിൽ അവരെ കൊല്ലും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി അവരെ എന്ത് ചെയ്യുകയാണ്, പുറത്താക്കി. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പോക്കർ പ്ലെയർ ആയിരുന്നു. അയാളുടെ പേര് ജോൺ ഓക്ക്ഹേസ്റ്റ് എന്നാണ്.
അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഗാമ്പിളൊക്കെ ചെയ്യുന്ന ഒരു പോക്കറൊക്കെ കളിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് മണി ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൺ വിസ് വേ ഔട്ട് ഓഫ് ടൗൺ 2 സ്ത്രീകൾ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുവാണ്, ഡച്ചസും മദർ ഷിപ്റ്റണും പിന്നെ ഒരു അങ്കിൾ ബില്ലിയും. അപ്പോൾ ഈ 4 പേരെയാണ് ഇവർ പുറത്താക്കുന്നത് ഈ ടൗണിൽ നിന്ന്. 2 സ്ത്രീകളുണ്ട്, 2 ആണുങ്ങളുമുണ്ട്. 2 സ്ത്രീകൾ ഒരു ഡച്ചസാണ്, പിന്നെ മദർ ഷിപ്റ്റൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അതുപോലെ തന്നെ 4ാമത്തെ ആളാണ് അങ്കിൾ ബില്ലി. അയാളൊരു ടൗൺ ഡ്രങ്കേർഡാണ്, അയാളൊരു റോബറും കൂടിയാണ്. അവിടെയുള്ള ആളുകൾക്ക് ഇയാളൊരു കൊള്ളക്കാരനാണെന്നുള്ളൊരു പേടിയിലാണ് ഇവർ ഈ അങ്കിൾ ബില്ലിയൊക്കെ പുറത്താക്കുന്നത്. അപ്പോൾ ഈ 4 പേരെയും കൂടെ പുറത്താക്കുന്നു. അങ്ങനെ അവരൊരു ബാർ മൈനിങ് ക്യാമ്പിലോട്ട് പോവുകയാണ്. ഒരു ദിവസത്തെ ജേണി എടുത്തു, മൗണ്ടൻ റേഞ്ചൊക്കെ താണ്ടി. അങ്ങനെ അവർ അതായത് ഉച്ച സമയമായപ്പോഴത്തേക്ക് എന്ത് ചെയ്യുവാണ്, അവരെല്ലാവരും കൂടി 4 പേരും കൂടി ഓക്ക്ഹേസ്റ്റ് പറയുവാണ് എനിക്ക് വയ്യന് നടക്കാമായിരുന്നു. സോ അവർ 4 പേരും കൂടി റെസ്റ്റ് എടുക്കുന്നു. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പിനെ ഒരു കപ്പിള് മീറ്റ് ചെയ്യുവാണ്. റണ്ണവേ ലവേഴ്സ് എന്ന് വെച്ചാൽ ഒളിച്ചോടിയ ഒരു കപ്പിള് ഇവരെ മീറ്റ് ചെയ്യുന്നു. അവർ പോക്കർ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് കല്യാണം കഴിക്കാൻ വേണ്ടി. അപ്പം അതിലൊരു ക്യാരക്ടറാണ് ടോം സിംസൺ എന്ന് പറയുന്നത്. എന്താ പറയുക, ടോം സിംസണും പൈനി വുഡ്സും, 15 വയസ്സേ ഉള്ളൂ പൈനി വുഡ്സിന്. ഇവർ 2 പേരും കൂടെ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വേണ്ടി പോക്കർ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. ഈ ടോം സിംസണിനെ നമ്മൾ ദ ഇന്നസെൻ്റ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോം സിംസൺ എന്താണ്, ഓക്ക്ഹേസ്റ്റിനെ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ ഇയാളെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര അഡ്മിറേഷനാണ്. ആൻഡ് ഓക്ക്ഹേസ്റ്റ് എന്താണ്, ഇത് മുതലെടുത്തുകൊണ്ട് സിംസണിൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസയൊക്കെ അടിച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഓക്ക്ഹേസ്റ്റ് had returned the money and urged Simpson to quit gambling and as he was a terrible player. അപ്പോൾ സിംസൺ എന്താണ്, അപ്പം അതായത് നേരത്തെ നമുക്ക് ഈ ടിം സിംസണിനും ഓക്ക്ഹേസ്റ്റിനെ അറിയാം. സോ ഇയാളുടെ കയ്യിൽ നിന്ന് കുറേ പൈസയൊക്കെ ഗാംബ്ലിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ പോക്കർ കളിക്കണം എന്നുള്ള പേരിലൊക്കെ ഒരുപാട് പൈസയൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഓക്ക്ഹേസ്റ്റ് പൈസ തിരിച്ച് കൊടുത്തിട്ടുമുണ്ട്. ആൻഡ് സിംസണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സിംസൺ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അയാളുടെ അടുത്ത് പറയുന്നുണ്ട് ഗാംബ്ലിംഗ് ഒക്കെ നിർത്തും, ബിക്കോസ് ഇയാൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഗാംബ്ലിംഗ് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ക്രൂക്കഡ് ആവണമല്ലോ. അപ്പം വളരെ ടെറിബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ ആണെന്നും പറഞ്ഞ് ഇയാളെ ഇതിനകത്തു നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പണ്ട് ഓക്ക്ഹേസ്റ്റ് ഇതിനകത്തു നിന്നൊക്കെ ഒന്ന് മാറാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സിംസൺ പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇയാൾക്ക് ഇതൊക്കെ ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇദ്ദേഹം എന്ത് ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദറ്റ് ഹീ ആൻഡ് പൈനി വിൽ സ്റ്റേ വിത്ത് ദ ഗ്രൂപ്പ് ഫോർ എ വൈൽ. ഒളിച്ചോടി പോകുന്ന ആ സമയത്ത് ഇവരെ മീറ്റ് ചെയ്യുവാണ്. പക്ഷേ ഓക്ക്ഹേസ്റ്റിനോട് വളരെ അഡ്മിറേഷൻ ഉള്ളതുകൊണ്ട് സിംസൺ പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ദിവസത്തേക്ക് ഇവരുടെ കൂടെ സ്റ്റേ ചെയ്യാമെന്ന് പറയുന്നു. ആൻഡ് ഇവർക്ക് 2 പേർക്കും അറിയത്തില്ല ഈ ഗ്രൂപ്പിനെ പോക്കർ ഫ്ലാറ്റിൽ നിന്ന് എക്സൈൽ ആക്കിയതാണെന്നും ഒന്നും അറിയത്തില്ല. ആൻഡ് സിംസൺ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്ക്ഹേസ്റ്റിൻ്റെ വൈഫാണ് ഈ ഡച്ചസ് എന്നുള്ള സ്ത്രീ എന്നും ഒക്കെയാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുവാണ്, നൈറ്റ് ഇവരെല്ലാവരും കൂടെ സ്റ്റേ ചെയ്യാം. അങ്ങനെ ഈ ഗ്രൂപ്പ് ഒരു ഹാഫ് ബിൽറ്റ് ക്യാബിനിൽ ഷെൽട്ടർ എടുക്കുന്നു. ആ ക്യാബിൻ സിംസണാണ് കണ്ടുപിടിക്കുന്നത്. മിഡിൽ ഓഫ് ദ നൈറ്റിൽ ഓക്ക്ഹേസ്റ്റ് എഴുന്നേൽക്കുന്നു, ഒരു ഹെവി സ്നോ സ്റ്റോം കാണുന്നു. അപ്പോൾ ലുക്കിംഗ് അറൗണ്ട് ഹി റിയലൈസസ് ദാറ്റ് എന്താണ്, അങ്കിൾ ബില്ലി ഈ ഗ്രൂപ്പിൻ്റെ ഹോഴ്സസും മ്യൂൾസുമായിട്ട് കുതിരകളുമായിട്ട് കടന്നു പോയി കളഞ്ഞു, എന്നുവെച്ചാൽ അയാൾ ഓടിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇനി സ്റ്റോമിൽ നിന്നേ പറ്റൂ, ഒരു 10 ദിവസത്തേക്കെങ്കിലും. 10 ദിവസത്തേക്കെങ്കിലും എന്നല്ല, 10 ദിവസത്തെ സപ്ലൈയേ ഉള്ളൂ ആ ഒരു ക്യാബിനകത്ത്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും മദർ ഷിപ്റ്റൺ മരിച്ചു. ആൻഡ് അതായത് പൈനിക്ക് വേണ്ടി ഫുഡ് മാറ്റി വെച്ചിട്ട് പട്ടിണി കിടന്നിട്ടാണ് ആര് മരിച്ചത്, മദർ ഷിപ്റ്റൺ മരിച്ചത്. ഓക്ക്ഹേസ്റ്റ് എന്ത് ചെയ്യാണ്, സിംസന് വേണ്ടി കുറച്ച് സ്നോ ഷൂസൊക്കെ റെഡിയാക്കി വെക്കുന്നു. അതായത് പോക്കർ ഫ്ലാറ്റിലോട്ട് ഇവരെ 2 പേരെയും പറഞ്ഞു വിട്ടിട്ട് ഹെൽപ്പിന് വേണ്ടിയാണ്. അപ്പോൾ പോക്കർ ഫ്ലാറ്റിൽ, അതായത് ഈ സിംസണെയും പൈനിയും കൂടെ പറഞ്ഞു വിട്ടിട്ട് എന്താണ്, പോക്കർ ഫ്ലാറ്റിൽ പോയി ഹെൽപ്പ് ചോദിക്കൂ, ടെല്ലിങ് ദ അതേഴ്സ് ദാറ്റ് ഹി വിൽ അക്കമ്പനി ദി യങ് മാൻ പാർട്ട് ഓഫ് ദ വേ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ക്യാബിനിൽ മറ്റേ പോക്കർ ഫ്ലാറ്റിലുള്ള കുറച്ച് ആളുകൾ എത്തുന്നു. ഒൺലി ടു ഫൈൻഡ് എന്താണ്, ഡച്ചസും പൈനിയും മരിച്ചു പോവുകയാണ്, ഫ്രോസൺ ടു ഡെത്തായി മാറുന്നു. ആൻഡ് അവർ എന്താണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മരിച്ചു കിടക്കുന്നതാണ് ഈ പോക്കർ ഫ്ലാറ്റിലെ ആളുകൾ തിരിച്ച് സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട കാഴ്ച. വളരെ പീസ്ഫുള്ളായിട്ടും ഇന്നസെൻ്റ് ആയിട്ടുമാണ് മരിച്ചു കിടക്കുന്നത് കാണുന്നത്. സോ ഇവരിൽ ആരാണ് ശരിക്കും പറഞ്ഞ ഇമ്മോറൽ ബിഹേവിയറിന് എക്സൈൽഡായി പോയത് എന്ന് ആ പോക്കർ ഫ്ലാറ്റിലുള്ള ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടും ഗിൽറ്റി ആയിട്ടും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടും നിന്നുപോയി. ഓക്ക്ഹേസ്റ്റ് എന്ത് ചെയ്യാണ്, സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുകയാണ് അണ്ടർ എ ട്രീ ബൈ ഷൂട്ടിംഗ് ഹിംസെൽഫ് ത്രൂ ദി ഹാർട്ട്. ആൻഡ് ഈ പ്ലേയിങ് കാർഡും 2 ക്ലബ്ബും അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രങ്കിനകത്ത് കണ്ടായിരുന്നു. ആ ട്രങ്കിനകത്ത് ഒരു നോട്ടും ഉണ്ടായിരുന്നു. എന്താണ്,
ബിനീത്ത് ദിസ് ട്രീ, ഈ മരത്തിൻ്റെ കീഴിൽ ലൈസ് ദ ബോഡി ഓഫ് ജോൺ ഓക്ക്ഹേസ്റ്റ്. അദ്ദേഹത്തിന് ഒരു ബാഡ് ലക്ക് 23 നവംബർ 1850 ഹാപ്പൻ ചെയ്തു. ആൻഡ് 1850 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഡിസംബർ 7, 1850 ആയപ്പോഴത്തേക്കും അദ്ദേഹം മരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു നോട്ട് ഇതിനകത്ത് എഴുതിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഈ ക്യാരക്ടേഴ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡായിട്ട് തോന്നിയ ഒരേ ഒരു ക്യാരക്ടർ അങ്കിൾ ബില്ലി മാത്രമാണ്. അയാളാണ് ഒരു എക്സെപ്ഷണൽ ക്യാരക്ടർ. അയാളാണ് ഈ ഒരു ലിറ്റിൽ ഗ്രൂപ്പിനെ അബാൻഡൻ ചെയ്തിട്ട് രക്ഷപ്പെട്ട് ഓടുന്നത്, അല്ലേ? ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും തമ്മിലും ഈ ഒരു ക്യാബിനകത്ത് സ്നോ സ്റ്റോം വന്നപ്പോൾ ഇവരൊരു ക്യാബിനകത്ത് ഇങ്ങനെ എന്താ പറയുക, വളരെ, അതായത് അവിടെ താമസിക്കാൻ തുടങ്ങിയല്ലോ. സോ അവരെല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദർ ഷിപ്റ്റൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, മദർ ഷിപ്റ്റൺ മരിക്കുന്നത് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. മദർ ഷിപ്റ്റൺ മരിക്കുന്നത് തന്നെ ഒരു ട്രൂ മദറായിട്ടാണ്. എന്നുവെച്ചാൽ പൈനിയെ ഒരു ഡോട്ടറിനെ പോലെ കണ്ട് സ്വയം അവർ സ്റ്റാർവ് ചെയ്ത് പട്ടിണി കിടന്നിട്ടാണ് പൈനിക്ക് അവർ ഫുഡ് കൊടുത്ത് മരിക്കുന്നത്. എന്നുവെച്ചാൽ പൈനിക്ക് വേണ്ടി പട്ടിണി കിടന്നാണ് ആ ഫുഡ് പോലും മാറ്റി വെച്ചിട്ടാണ് അവർ മരിക്കുന്നത്, അല്ലേ? സോ അതുപോലെ തന്നെ ടിം എന്താണ്, ഹെൽപ്പിന് വേണ്ടി പോകുന്നുണ്ട്. ഓക്ക്ഹേസ്റ്റ് ആണ് കുറച്ച് സ്നോ ഷൂസൊക്കെ ഉണ്ടാക്കി ടിമ്മിനെ ഹെൽപ്പിന് വേണ്ടി പറഞ്ഞു വിടുന്നത്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് റെസ്ക്യൂവേഴ്സ് വരുന്നത്, അല്ലേ? അപ്പോൾ ഡച്ചസും പൈനിയും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ 4 ക്യാരക്ടേഴ്സിനെ ബാനിഷ് ചെയ്തു പോക്കർ ഫ്ലാറ്റിൽ, അസ്യൂമിങ് ദാറ്റ് ദേ ആർ ഓൾ ക്രിമിനൽസ്. അതിനകത്തുനിന്ന് നമുക്ക് ആ ബില്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ കുറച്ച് ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണിച്ചത്, അല്ലേ? ബാക്കി എല്ലാവരും എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ആണെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്ക്ഹേസ്റ്റ് ആണ് അതിനകത്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റും എറ്റ് ദ വീക്കസ്റ്റ് ഓഫ് ദി ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ട്, അവസാനം അദ്ദേഹം ഇത് താങ്ങാൻ പറ്റാതെ ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആകെ സർവൈവ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ടോം സിംസൺ മാത്രമാണ്, ആ ഇന്നസെൻ്റ് എന്നായിട്ടുള്ള ക്യാരക്ടർ. അദ്ദേഹം സർവൈവ് ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഹെൽപ്പിന് വേണ്ടി പോക്കർ ഫ്ലാറ്റിൽ പോയി തിരിച്ച് ആളുകളെയും കൊണ്ട് വന്നപ്പോഴത്തേക്കുമാണ് എല്ലാവരും മരിച്ചു കിടക്കുന്നത് കാണുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വെസ്റ്റ് എന്നുള്ള ആ ഒരു അമേരിക്കൻ വെസ്റ്റിനെ എങ്ങനെയായിട്ടാണ് ഒരു വൈൽഡ് ആൻഡ് ഇംപ്രസീവ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ സ്നോ സ്റ്റോമിനെയൊക്കെ ഇവിടെ എന്താ പറയുക, ആ ക്യാരക്ടേഴ്സിനെ തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നേച്ചർ തന്നെ എന്താ പറയുക ഒരു ക്യാരക്ടറായ പോലെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ ഈ സിന്നേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും സിന്നേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർക്കെല്ലാം അവരുടെ എല്ലാം ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. നല്ല ഇൻഫ്ലുവൻസിൽ പെട്ടപ്പോൾ ഇവരുടെയൊക്കെ റിയൽ ക്വാളിറ്റീസ് പുറത്തു വന്നു. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ് ടിമ്മും പൈനിയും. അപ്പം ഡ്രിങ്കിങ് ഒഴിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സിന്നും അല്ലെങ്കിൽ എല്ലാ പാപവും നമുക്ക് അബ്സോൾവ് ചെയ്യാൻ പറ്റുന്ന പാപങ്ങളാണ്. അങ്കിൾ ബില്ലിയാണ് ഏറ്റവും ഡ്രങ്കാർഡായിട്ടുള്ളൊരു ക്യാരക്ടർ. പക്ഷെ അയാളാണ് അവസാനം എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, അയാളാണ് ബാക്കി എല്ലാവരും ഉപേക്ഷിച്ച് പോകുന്നത്. സോ അങ്കിൾ ബില്ലി ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ആ ഒരു ഹാർട്ട് ഓഫ് ഗോൾഡാണുള്ളത്, അല്ലേ? വളരെ റീഫോംഡ് ആയിട്ടുള്ള സിറ്റിസൺസാണ് പോക്കർ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. സോ അതുകൊണ്ടാണ് അവർക്ക് മാറ്റം കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയെ എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്യണം, ക്രിമിനൽസിനെ എല്ലാം കളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ബാനിഷ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബാനിഷ് ചെയ്ത ഈ ഔട്ട്കാസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹാർട്ടായിരുന്നു ഭയങ്കര പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത്. കറക്റ്റ് ഇൻഫ്ലുവൻസിൽ വന്നപ്പോൾ അവരും മാറി. ആൻഡ് ഓൾസോ അനദർ മേജർ കൺസേൺ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്. പോക്കർ ഫ്ലാറ്റും ബാക്കി അതിൻ്റെ അടുത്തുള്ള ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഈ ഗോൾഡ് മൈൻ്റെ ഇതുള്ളത് കൊണ്ടാണ്, ഗോൾഡ് മൈൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഗോൾഡ് മൈനിങ് നടക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു മൈനിങ് ആണ് അവിടുത്തെ ഇൻഹാബിറ്റൻസിനെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ ഗാംബ്ലേഴ്സ് ഉണ്ട്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, തീവ്സ് ഉണ്ട്. അപ്പോൾ ഈവൻ ടോം ആൻഡ് പൈനി എന്ന് പറയുന്നത് തന്നെ അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ട് അവർ എങ്ങോട്ടാണ് ഓടി വരുന്നത്, ഈ പോക്കർ ഫ്ലാറ്റിലൂടെ താമസിക്കാനാണ് വരുന്നത്. അപ്പം എന്താ പറയുക, എന്നിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആരാണ്, ഓക്ക്ഹേസ്റ്റ് ആണ്. സോ ഈ ഒരു സാക്രിഫൈസ് ഇവരെല്ലാവരും ഓരോ രീതിയിലും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് ബില്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ടോമും പൈനിയും പോലും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ടോം ഇങ്ങനെ പൈനിയെ ലീവ് ചെയ്തിട്ടാണ്, എന്തിനു വേണ്ടിയാണ്, അവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടാണ് അവർ ലീവ് ചെയ്ത് അദ്ദേഹം പോകുന്നത്. പക്ഷെ തിരിച്ച് വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. മറ്റേ ആൾ ആരാണ്, ഓക്ക്ഹേസ്റ്റ് പിന്നെ എന്താണ് ഷൂട്ട് ചെയ്ത് സ്വയം മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്, അല്ലേ? ആൻഡ് ഈ ഡച്ചസ് ആണെങ്കിലും പൈനി ആണെന്നുണ്ടെങ്കിലും എന്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചാണ് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്കകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെസ്റ്റിലുള്ള
വിൽഡർനെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓക്ഹേഴ്സ്റ്റ് എന്നുള്ള ക്യാരക്ടറാണ് ഇതിനകത്ത് ഒരു സെൽഫ് അപ്പോയിൻറ്റഡ് ലീഡറായിട്ട് വരുന്നത്. അയാൾക്കൊരു കുറച്ച് ഹീറോയിക് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ. പക്ഷേ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, അവസാനം ഏറ്റവും വീക്കായിട്ട് മാറുന്നതും സ്വയം സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നതും. അതായത് ഓക്ഹേഴ്സ്റ്റിന് പൈനിയും ഡച്ചസും മരിച്ചു കിടക്കുന്ന കാണാൻ അല്ലെങ്കിൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഔട്ട്കാസ്റ്റ് എന്ന് നമുക്ക് പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് റിയൽ ആയിട്ടുള്ള എന്താ പറയുക, പീപ്പിൾ ഹൂസ് ഹാർട്ട് ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത്. അവരല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പോക്കർ ഫ്ലാറ്റിലെ ഔട്ട്കാസ്റ്റുകൾ.